സത്യാനോട് പറഞ്ഞിട്ടെടുക്കാനായിട്ട് അതിന് പിന്നെ ഈ ആടിനും കാവും തിരിച്ചറിയാൻ പറ്റുന്ന പിന്നെ മൂവാറ്റുകാരൻ്റെ ഇതൊക്കെ നടക്കുന്ന ഓർത്തു ചീട്ട് കാണാൻ പാടില്ല ഇറങ്ങാൻ ചീട്ട് നിങ്ങളാ കാരണം എനിക്ക് 4 ജോക്കർ കിട്ടിയിട്ടുണ്ട്. ഞാൻ വച്ചോടൊക്കെ കഴിഞ്ഞോണ്ടൊക്കെ തൂറ്റിയാണ് ഇത് എത്ര നേരം വച്ചോണ്ടിരിക്കുന്നത് നിനക്ക് മാത്രമേ വച്ചോടുന്നത് എനിക്ക് കളിക്കുന്നത്. ഏയ് ബാവുട്ടി ഒന്ന് നിർത്താമായി പണ്ടായിരുന്നു ബഹളമില്ലാത്ത ഒരു മിനിറ്റ് സമയമുണ്ട് ഇതിനകത്ത്. അതിനൊറ്റയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുക്കണം. അതിനും സൗകര്യമാണെങ്കിൽ ഒരു വില്ല. ഞങ്ങളാരും വിളിച്ചില്ലല്ലോ ഓഫീസർ മാൻ ഞങ്ങട്ട്. എടാ പാടാന്ന് വിളിക്കാൻ തുടങ്ങിയാൽ കളി കാര്യാക്കാതെ ബാപ്പുട്ടി അങ്ങോട്ട് മാറി നിൽക്ക്. ഇങ്ങനെ താമസിക്കുമ്പോ കുറച്ച് കളിയും പാട്ടൊക്കെ ഉണ്ടാവും. ബഡാസാമാർക്ക് പറ്റില്ലെങ്കിൽ വേറെ സ്ഥലം നോക്കട്ടെ. പാട്ടും കളിയൊക്കെ നടന്നോട്ടെ, എനിക്ക് വേണ്ടി ആരും ത്യാഗം ചെയ്യണ്ട. എന്താ കുട്ടനാരെ? രാജ എന്താ? ഒന്നുമില്ല. അധികം ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു പോയി. എന്റെ തെറ്റ്. പഹയന്മാരുടെ അടുത്ത് എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടെന്നറിയാവോ? വല്ലപ്പോഴും ഒന്ന് കളിക്ക്, അത് ആവശ്യമാണ്. പകല് മുഴുവൻ പണിയെടുത്തിട്ട് ഈ രാത്രി ആവുമ്പോഴെങ്കിലും കിടന്നൊന്ന് ഉറങ്ങണോ വേണ്ടിയോ? എന്താണ് ആഫീസിൽ എന്തോ ബിസിനസ് ഒക്കെ ഉണ്ടെന്ന് കേട്ട്, അത് നേരാണോ? ഞാനൊന്നും പറഞ്ഞില്ല. അത് എന്നോട് വേണ്ട. പറയാറായില്ല മമ്മുക്ക. ന്യൂസൊക്കെ ഞമ്മള് മണത്തറിയൂലേ? ആട്ടെ, എന്നാണ് ആ വലിയ കസേരയിൽ ഇരിക്കുക? ആലോചന നടക്കുന്നു കിട്ടും. അവിടെ ഒരു പെണ്ണുങ്ങളുണ്ടല്ലോ, അവരോട് പറയണം കാണാൻ വേണ്ടി വന്നാ ഞമ്മളെ കൂടുതൽ നേരം കാത്തിരുത്തരുത്. നടന്നാൽ ആരുടെയൊക്കെയോ അനുഗ്രഹം എന്ന് മാത്രം. മോളിലൊരാളില്ലേ, ഓർഡറിലെ ബാധകം തോന്നിപ്പിക്കുന്നതും ഒപ്പ് വെപ്പിക്കുന്നതൊക്കെ അവിടെ നിന്നല്ലേ? കേട്ട ഉടനെ കടയിൽ വന്നോരിക്കൊക്കെ 7-Up കോളം നമ്മൾ കൊടുത്ത് ഫ്രീ. ഒരു കൈകൊണ്ട് തല്ലുമ്പോ മറ്റേ കൈകൊണ്ട് തലോടും. അതാണ് പടച്ചോന്റെ പണി. आज हमारा दोस्त इस कंपनी का सर्विस जोड़ने का टाइम में इस कंपनी का तरफ से, इस देश की तरफ से हम अल्लाह से दुआ मांगते. താങ്ക് യു ബോസ്. സുഹൃത്തുക്കളെ, നാട്ടുകാരായ എന്റെ സഹപ്രവർത്തകർ ഒരുക്കിയ ഈ യാത്രയയപ്പിന് ഞാൻ എന്നും നന്ദിയുള്ളവനാണ്. എന്റെ വിജയത്തെപ്പറ്റിയും കമ്പനിക്ക് ഞാൻ ഉണ്ടാക്കിയ നേട്ടങ്ങളെപ്പറ്റിയും ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ഇവിടെ സംസാരിക്കുകയുണ്ടായി. നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്കിതൊന്നും സാധിക്കുമായിരുന്നില്ല. ഈ അവസരത്തിൽ എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട്. എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്ന മിസ്റ്റർ രാജഗോപാലനും എനിക്ക് നൽകിയ എല്ലാ സൗഹൃദവും സഹകരണവും നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. Get me, Mr. Nair. Yes, sir. Take this to the internal auditor. Pending queries എല്ലാം ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് റിപ്ലൈ വേണം. ഇന്ന് വൈകുന്നേരം? Yes, 4 മണിക്ക് മുമ്പ്. I have written that in the margin. Yes. എന്തായി മിസ്റ്റർ ഭാസ്കരൻ സ്ഥലത്തിന്റെ കാര്യം? അടുത്ത ഫ്രൈഡേ. ഗുഡ്. നോ നോ നോ, തൽക്കാലം വേപ്പുന്നതിനൊന്നുമില്ല. ഓ, അത് മതി. ദാറ്റ്സ് ഫൈൻ. താങ്ക് യു. ഈ ആഴ്ച ഞാൻ അയക്കുന്ന 2ാമത്തെ കത്താണ്. അവിടെ ആ സ്ഥാനത്ത് തന്നെ ഒരു വീടുണ്ടാകും. ഡ്രാഫ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. അതേ സ്ഥലത്ത്
അതേ പുറത്തറയിൽ നിന്ന് വേണം എന്റെ മാളിക ഉയരാൻ. ഗുഡ് മോർണിംഗ് സർ. Come in, Mr. Merchandani. Well, what can I do for you? Just a minute. Yes. Speaking. വേണ്ട, LC ഓപ്പൺ ചെയ്താൽ മതി. ഞാൻ സംസാരിച്ചോളാം. Alice, I want an overseas call to Sydney Consolidated Food Exports. You know the number? I want the chief marketing officer or the chief accountant. Okay? Then. हमारा सब डीलरशिप क्या हुआ सर? बोस से बात करने दो. बॉस आपसे बात करने को बोलेगा और क्या? आप सोचेगा तो rest everything I said sir. You are suggesting a bribe? नहीं सर, I thought of a commission. That's all. I don't want your petty commission. Let me see the business side. I will let you know. You may go. ശരി, അങ്ങനെ ആവട്ടെ. ഓക്കെ. ഓക്കെ. സ്ഥലം കിട്ടിയോ? കിട്ടി. ബാവുട്ടി പറഞ്ഞതുപോലെ തന്നെ ഒരു വില്ല. അത്ര വലിയ സ്ഥലത്തിനൊന്നും വാടക കൊടുക്കാൻ എനിക്ക് ആവില്ല. കമ്പനി തന്നു, അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കണമെന്നാണ് കമ്പനിയുടെ നിർബന്ധം. ആ, ടാക്സി റെഡി. സാധനങ്ങളൊക്കെ കയറ്റി. യാത്ര പറയുന്നില്ല. പറയണ്ട, ആരും വിട്ടുപോകുന്നില്ല. എവിടെയാണ് സ്ഥലം? ലിങ്ക് റോഡ് ഭാഗത്ത്. എവിടെയാണെന്ന് എനിക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല. അവിടെ ചെന്നാ കണ്ടുപിടിക്കാം. ഞങ്ങളാരും ഒന്ന് ശല്യപ്പെടുത്തുന്നു പേടിക്കണ്ട. ഞങ്ങളൊക്കെ സാധുക്കളാണ്, ചെറിയ ജോലിക്കാർ. ബാവുട്ടി, നിങ്ങൾക്കാർക്കും എന്നെ അറിയില്ല. എന്റെ കഥ പറഞ്ഞാൽ അങ്ങനെ കഥ പറയുകയാണെങ്കിൽ എല്ലാവർക്കാളും വലിയ കഥ പറയേണ്ട ഒരാളുണ്ട് ഇവിടെ. റൊക്കം പൊട്ടും പൊടിയും മാത്രമേ ഇവരോട് പറഞ്ഞിട്ടുള്ളൂ. പുതിയ കഥ പിന്നെയും വരികയല്ലേ. സ്ഥലം വേണ്ടത്ര. പക്ഷേ ഒരാൾക്ക് ഇത്രയും സ്ഥലം വേണോന്നാണ് സംശയം. കമ്പനി ക്വാർട്ടേഴ്സ് അല്ലേ, മിസ്റ്റർ ഭാസ്കറിന്റെ ഏർപ്പാടാണ്. അധികം സ്ഥലമുണ്ടെന്ന് ഇപ്പോഴേ തോന്നും. ആളുകൾ വരൂലേ? ഇല്ല, മമ്മൂക്കയുടെ അത്രയും മനുഷ്യ സ്നേഹം എനിക്ക് വയ്യ. ഇതൊരു അഭയാർത്ഥി ക്യാമ്പാക്കി. ഞമ്മള് പറഞ്ഞത് അതല്ല. നല്ല അടുക്കള, 2 കിടപ്പും കൂടി. അവിടെയൊക്കെ പെരുമാറാൻ ചിലർ വരുമല്ലോ എന്നെങ്കിലും. എന്നെങ്കിലും അപ്പോഴേ ഇതൊരു വീടാവും. മമ്മൂക്ക, എനിക്കും ഒരു ചെറിയ വീടുണ്ടാവുന്നുണ്ട്. ഓഹോ, നാട്ടില്. അത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അത് ഞാനും അബുവും തമ്മിലുള്ള ഒരു കരാറാണ്. ഇപ്പൊ രഹസ്യം. അതും വീടാണെങ്കിൽ ചിലരൊക്കെ വേണമല്ലോ. ഇപ്പൊ കുച്ചിനിപ്പണി വല്ലതും ഞമ്മൾ നോക്കണം. വേണ്ട, ഞാൻ പുറത്തു പോയി കഴിച്ചു. പണിയുണ്ട് പുറത്ത്. നല്ല ബുദ്ധി തോന്നി കായ് സഹായിച്ച എല്ലാവരും ഇപ്പൊ ഞമ്മളെ കണ്ട മാറി നടക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ നമ്മുടെ ബിസിനസ് എവിടെ ചെന്നെത്തു പടച്ചോണിക്കറിയാം. സാർ വരട്ടെ. ഓക്കെ, സീ യു. അമ്മൂക്ക, 3000 രൂപ കൂടി കൊടുക്കണം ഈ ആഴ്ച തന്നെ. നാട്ടുകാർക്ക് ഇതിന്റെ വിഷമം വല്ലതും അറിയാം. ഞാൻ വിചാരിച്ചിട്ട് ഒരു NOC എന്റെ അനുജന് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് വിശ്വാസം വരണ്ടേ? എന്റെ കച്ചവടത്തിന്റെ സ്ഥിതി നിനക്ക് അറിഞ്ഞൂടെ മോനെ? മമ്മൂക്കയുടെ അടുത്തല്ലാതെ പിന്നെ ആരോടാ ഞാൻ പറയുക? ഒരു ചിട്ടിയുണ്ട്, അത് കിട്ടുമെന്ന് നോക്കട്ടെ. നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരാ മമ്മൂക്ക, ഈ ആഴ്ച തന്നെ വേണം. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചു തരും. നടക്ക്, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം.
3000. പടച്ചോനെ, എല്ലാ അവലാതിക്കാരും ഞമ്മടെ അടുത്ത് വന്നാൽ ഞമ്മൾ എന്ത് ചെയ്യും? ഹൗസ് വാമിംഗ് ഒന്നും ആയില്ലേ സർ? ഹൗസ് വാമിംഗ് സ്ഥലം എനിക്കറിയാം, നല്ല ലൊക്കാലിറ്റി. ഫ്രൈഡേ സാറ് ഫ്രീ ആണോ? നെക്സ്റ്റ് ഫ്രൈഡേ അല്ലല്ലോ, എനിക്ക് അബുദാബി വരെ ഒന്ന് പോണം. അലൈന് പോയിട്ടുണ്ടോ? നല്ലൊരു പിക്നിക് സ്പോട്ടാണ്. ഫ്രൈഡേ ഞാൻ ഫ്രീ ആണ്. ബട്ട് ഐ എം നോട്ട് ഫ്രീ. ബാങ്കിനുള്ള റിപ്പോർട്ട് വേഗം അടിച്ചോണ്ട് വരും. ഹരേ യെസ് സർ. യെസ്, ഞാൻ രാജൻ. മമ്മൂക്കേ, എങ്ങനെ പറ്റി? ഞാൻ ഹോസ്പിറ്റൽ വരാം. എനിക്കറിയാം ഹോസ്പിറ്റൽ. വാർഡ് നമ്പർ? ഞാൻ വരുന്നു. അലേസ്, ഞാൻ കുറച്ച് ലേറ്റ് ആവും. എന്റെ ഒരു ഫ്രണ്ടിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അറിയില്ല. അറ്റൻഡ് മൈ കോൾസ് പ്ലീസ്. ട്രക്കും ടാക്സിയും കൂട്ടിമുട്ടിയതാണ്. ടാക്സിയിലുണ്ടായിരുന്ന 2 പേർ സ്പോട്ടിൽ മരിച്ചു. മമ്മൂക്ക, സിസ്റ്റർ, യെസ്. ഹൗ ഈസ് ഹി? ഹെഡിൽ കൺകഷനേ ഉള്ളൂന്ന് തോന്നുന്നു. റിബ്സിൽ ഫ്രാക്ചർ ഉണ്ടോന്ന് എക്സ്റേ റിപ്പോർട്ട് കിട്ടിയാലേ അറിയുള്ളൂ. പേടിക്കാനില്ല. ഒന്ന് കാണാമോ? വിസിറ്റിംഗ് അവരല്ല, സെഡറ്റീവിലാണ്. ഒന്ന് നോക്കിക്കോളൂ. താങ്ക് യു. Come in. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. പേഷ്യന്റിന് എങ്ങനെ? ബെറ്റർ. വൈകി പോയി ഹോസ്പിറ്റലിൽ നിന്ന് അറിയാം. അതാണ് പേപ്പേഴ്സും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ബ്യൂട്ടിഫുൾ. എനിക്ക് ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോകണമെന്ന്. ആലിസ് ഏത് വഴിക്കാണ്? ഐ വിൽ ഡ്രോപ്പ് യു. ഞാൻ അരമണിക്കൂർ ഇവിടെ ഉണ്ടാവും പറഞ്ഞ് ഈ നമ്പരും കൊടുത്തു. ഒരു കോൾ ഇവിടേക്ക് വരും. ബട്ട് യു ക്യാൻ. സർ, ഐ വിൽ വെയിറ്റ്. ഞാൻ വൈകിയല്ലോ, ഡ്രോപ്പ് ചെയ്തിട്ട് പോ. പക്ഷേ കോൾ വന്നാലോ സർ? ഒരു പ്രധാന കാര്യമാണ്. ഓൾറൈറ്റ്, സ്പെയർ കീ ഉണ്ട്. കോൾ കിട്ടിയിട്ട് പോകുമ്പോ പൂട്ടിയാൽ. സാരമില്ല, ഞമ്മടെ സമയം എത്തിയിട്ടില്ല. പടച്ചോന്റെ കൃപ. ഈ വിവരം നാട്ടിൽ അറിയണ്ട. ഒരാഴ്ചക്കകം ഇറങ്ങാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സമയം എത്രേ? 2:30. പൊയ്ക്കോ, നാളെ പണിക്ക് പോണ്ടതല്ലേ. ഓ സാരമില്ല. ഞാൻ മരിക്കാൻ കിടക്കൊന്നുമല്ല, രാത്രി മുഴുവൻ കാവലിരിക്കാൻ. ആ മലയാളി നേഴ്സ് വന്നാൽ ഞാൻ പോയിക്കോളാം. അവർ ശ്രദ്ധിച്ചോളൂ. പോകുന്നുണ്ടോ? അതോ രോഗികളെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞ് ബഹളം കുട്ടി പുറത്താക്കണം? പോയിക്കോളാം. മമ്മൂക്ക സമാധാനമായി കിടക്കും. പോയില്ലേ? ഇല്ല, വെറുതെ ഇരുന്നു. കാലത്ത് ജോലി ചെയ്യേണ്ടവർക്ക് ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും ഉറക്കം വേണം. ശാസ്ത്രമൊക്കെ അറിയാം സിസ്റ്റർ. പക്ഷേ ഉറക്കം എനിക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ്, എവിടെ കിടന്നാലും. അതും ഒരു രോഗമാണ്. വല്ല സൈക്കാട്രിസ്റ്റിനുമാണ് കാണേണ്ടത്. വേണ്ട, സ്വയം ചികിത്സിക്കുന്നുണ്ട്. ഓട്ടോ സജഷൻ. കുറഞ്ഞു വരുന്നുണ്ട് രോഗം. ഫ്രണ്ടിനെ പറ്റി വേവലാതി വേണ്ട.
ഞാൻ നോക്കിക്കോളാം. പോയി ഉറങ്ങിക്കോളും പറ്റുമെങ്കിൽ. കുറെ നേരം ഞാൻ കാത്തിരുന്നു.